ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 78 അധ്യായം. സൂതവധം. ശ്രീ ശുകൻ പറഞ്ഞു: പരലോകം പോയ ശിശുപാല പൗണ്ഡ്രകസാല്വരെ പ്രീതരാക്കാൻ കാൽനടയായി ചരിക്കുന്നൊരു ദുർമതി, കാൽവെപ്പു തോറ്റുമിളയെ വിറപ്പിച്ചൊരു ഭീകരൻ ഗദയെന്തിക്കൊണ്ടു മുന്നിൽ കാണപ്പെട്ടു ഭയങ്കരൻ. നേരിട്ടു വരുവോനെ കണ്ടെടുത്തു ഗദ കൃഷ്ണനും, തേരിറങ്ങിത്തടുത്തു വാരിധിയെ കരയെന്ന പോൽ. മുകുന്ദനോടോതി ഗദ ഉയർത്തിക്കൊണ്ടു ദുർമദൻ, ഇന്നെൻ്റെ കൺമുമ്പിൽ എത്തിച്ചേർന്നു നീ ഭാഗ്യമായിമേ. കൃഷ്ണ, നീ എൻ മാതുലേയൻ മിത്രഹൻ, വെമ്പിടുന്നു നീ എന്നെ കൊല്ലാൻ. വജ്രതുല്യഗതയാൽ കൊൽവു നിന്നെ ഞാൻ, ദേഹത്തിലെ ഗതത്തെപ്പോൽ ബന്ധുരൂപാരി നിന്നെ ഞാൻ കൊൽവേൻ. കടം വീട്ടി ഹതമിത്ര പ്രീതി വരുത്തുവാൻ, ആനയെ തോട്ടിയാൽ പോൽ കൊള്ളിവാക്കാൽ കുത്തി. കൃഷ്ണനെ ഗതയാൽ തലയിൽ തല്ലി ദ്രോഹിച്ചു സിംഹഗർജനൻ. ഗദാഘാതം സഹിച്ചിട്ടും കുലുങ്ങീലായതൂത്തമൻ, തകർക്കയും ചെയ്തു കൗമോദകിയാൽ ശത്രുമാറിടം. ദന്തവക്ത്രൻ ചോര തുപ്പി ഗദമാറത്തിടിക്കവേ, മുടി കൈകാലും പരത്തി പ്രാണൻ പോയി വീണു ഭൂമിയിൽ. മൃതന്റെ തേജസ് ആശ്ചര്യം കൃഷ്ണനിൽ ചേർന്നു തൽക്ഷണം, ശിശുപാലവധത്തിൽ പോൽ ദർശിച്ചാർ അതു സർവരും. വിദൂരഥൻ സോദരൻ സ്വഭ്രാതൃഹത്യാവിഷാദിതൻ കിതച്ചു വാൾ പരിചയമെടുത്തെത്തി വധിക്കുവാൻ. തൻ്റെ നേർക്കോടിയെത്തുന്ന സകുണ്ടലകിരീടിയെ കഴുത്തറുത്തിട്ടു സുദർശനത്താൽ ഹരി മന്നവ. അന്യരാൽ ചാവാത്ത സാൽവൻ ദന്തവക്ത്രൻ വിദൂരഥൻ, സൗഭവും മണ്ണടിഞ്ഞപ്പോൾ സുരരും വാഴ്ത്തി കൃഷ്ണനെ. മുനിമാർ സിദ്ധഗന്ധർവ വിദ്യാധര മഹോരഗർ, അപ്സര പിതൃമുഖ്യന്മാർ യക്ഷകിന്നരചാരണർ പുകഴ്ത്തിപ്പൂക്കൾ വർഷിച്ചു പാടവേ. വൃഷ്ണി സംവൃതൻ പ്രവേശിച്ചു വിധാനിക്കപ്പെട്ടഴും ദ്വാരകാപുരി. ഏവം യോഗേശ്വരൻ കൃഷ്ണൻ ഭഗവാൻ ജഗദീശ്വരൻ ജയിച്ചതായി തോറ്റതായും ധരിപ്പൂ പശുബുദ്ധികൾ. കുരുപാണ്ഡവയുദ്ധത്തിനുള്ള നീക്കങ്ങൾ കേൾക്കയാൽ തീർത്ഥാടനവ്യാജി രാമൻ മധ്യസ്ഥൻ നാടു വിട്ടുപോയി. ചെയ്തു പ്രഭാസസ്നാതൻ നൃദേവർഷി പിതൃതർപ്പണം, നീങ്ങി സരസ്വതീ മൂലം തേടി ബ്രാഹ്മണയുക്തനായി. പ്രധൂതകം ബിന്ദു പിന്നെ ത്രിതകോപം സുദർശനം വിശാലവും, ബ്രഹ്മതീർത്ഥം ചക്രം പ്രാചി സരസ്വതി. യമുനാ ജാഹ്നവീ തീരതീർത്ഥമൊട്ടുക്കു താണ്ഡവേ, ഋഷിമാർ സത്രം നടത്തും നൈമിഷം പൂകിനാരവർ. വന്നതാരെന്നറിഞ്ഞപ്പോൾ മുനിമാർ ദീർഘസത്രികൾ വന്ദിച്ചെഴുന്നേറ്റ് അവനെ പൂജിച്ചു വേണ്ട മാതിരി. പൂജിതൻ കൂട്ടുകാർക്കൊപ്പം കൃതാസന പരിഗ്രഹൻ രോമഹർഷണനെ കണ്ടു മുന്നിലാ വ്യാസശിഷ്യനെ. എണീറ്റില്ല നമിച്ചില്ല സൂതൻ കൈകൂപ്പിയില്ലവൻ. ഋഷിമാർക്കും മേലവനെ കണ്ടു കോപിച്ചു മാധവൻ. ഋഷിമാരെ ധർമ്മപാലന്മാരെയും പ്രതിലോമജൻ വിലവയ്ക്കുന്നില്ല, അതിനാൽ വധമർഹിപ്പു ദുർമതി. ഭഗവാൻ വ്യാസർഷിയുടെ ശിഷ്യൻ പല പുരാണവും ഇതിഹാസം ധർമ്മശാസ്ത്രമെല്ലാം പഠിക്കലും അടക്കവും വിനയവുമില്ലി പണ്ഡിതമാനിയിൽ. ഗുണത്തിനല്ലീ വിജ്ഞാനം നടൻ്റേതെന്ന മാതിരി. ധർമ്മസംസ്ഥാപനത്തിനായി അവതീർണൻ ജഗത്തിൽ ഞാൻ, അധാർമികന്മാരെക്കാളും വധ്യരേ ധർമ്മവേഷികൾ. നീചഹത്യയ്ക്കൊരുങ്ങാത്ത ഭഗവാനേവമോദവേ, ഭവിതവ്യതയാൽ കൊന്നാൻ കുശാഗ്രം കൊണ്ടു നീചനെ. ഋഷിമാരേവരും കഷ്ടമെന്നോതി രാമനെ ധരിപ്പിച്ചു, താങ്കളിപ്പോൾ അധർമ്മം ചെയ്തു പോയി പ്രഭോ. ബ്രഹ്മാസനവും ആയുസ്സുമി സത്രം കഴിയും വരെ ശരീരബലവും ഞങ്ങളിവന്നേകീയതൂത്തമ. അജ്ഞനെപ്പോൽ ഭവാൻ ചെയ്തതഹോ ബ്രഹ്മവധോപമം. യോഗീശ്വരൻ വഴങ്ങേണ്ട എങ്കിലും നീ
ലോകശുദ്ധിക്ക് അന്യപ്രേരണ എന്നിയേ പ്രായശ്ചിത്തത്തിനാൽ ബ്രഹ്മഹത്യാപാപമകറ്റണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്തിടാം ഞാൻ ലോകാനുഗ്രഹകാംക്ഷയാൽ. എന്താണ് ഉത്തമപക്ഷത്തിൽ മൽക്കർത്തവ്യം വിധിക്കുവിൻ. ഇവൻ ആയുർബലം, ദേഹബലം, നൈപുണ്യം, ഇങ്ങനെ എന്തൊക്കെ വേണം പറവിൻ. നൽകിടാം യോഗമായയാൽ. ഋഷികൾ പറഞ്ഞു, നിന്റെ വീര്യം, ശരം, മൃത്യു ഞങ്ങൾ തന്മൊഴി നാലിനും വൈയർത്ഥ്യം സംഭവിക്കാത്ത മട്ടിൽ ചെയ്യുക രാമനീ. ശ്രീ ഭഗവാൻ പറഞ്ഞു, പിറക്കും മകനായ അച്ഛൻ എന്നല്ലോ വേദശാസനം. ഇവന്റെ പുത്രൻ സത്വേന്ദ്രിയായുഷ്മാനാവും ആകയാൽ പറവിൻ നിങ്ങൾ ആശിപ്പത് അതു ചെയ്വേൻ മുനീന്ദ്രരെ. ഓർക്കാത്ത ചെയ്തിക്കെന്തുള്ളൂ പ്രായശ്ചിത്തം വിധിക്കുവിൻ. ഋഷികൾ പറഞ്ഞു, ഇല്വലൻ്റെ മകൻ ഘോരൻ ബല്വലാഭിധദാനവൻ വാവുതോറും വന്ന് അശുദ്ധമാക്കുന്നു സത്രം ആഷഠൻ. വസരക്തം, മലം, മാംസം, മൂത്രം, മദ്യം പൊഴിപ്പവൻ. അവനെ കൊല്ലുകിൽ അതേ സ്വാമിൻ ഞങ്ങൾക്കനുഗ്രഹം. പിന്നെ ഭാരതവർഷത്തിലനുഷ്ഠിക്കൂ പ്രദക്ഷിണം. നേടും 12 മാസത്താൽ തീർത്ഥസ്നാന വിശുദ്ധി നീ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.